പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. രണ്ടാം വർഷ ബിസിനസ് സ്റ്റഡീസിലെ 4ാമത്തെ അധ്യായമായ പ്ലാനിംഗ് എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ എന്താണ് പ്ലാനിംഗ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയി പഠിച്ചു. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അതിന് തുടർച്ചയായി വരുന്ന ഭാഗങ്ങളാണ് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇന്ന് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലാനിങ്ങിൻ്റെ മീനിങ്ങിനെ കുറിച്ച് പഠിച്ചു. എന്താണ് പ്ലാനിങ്? പ്ലാനിങ് മീൻസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? പിന്നെ എന്ത് പഠിച്ചു? പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പഠിച്ചു. എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്? Planning provides direction. Planning reduces the risk of uncertainty. Planning reduces overlapping and wasteful activities. Planning promotes innovative ideas. Planning facilitates decision making. Planning establishes standard for controlling. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇന്ന് നമുക്ക് പ്ലാനിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. Features of planning. Features of planning. Planning focuses on achieving objectives. Planning is a primary function of management. Planning is pervasive. Planning is continuous. Planning is futuristic. Planning involves decision making. Planning is a mental exercise. First one, planning focuses on achieving objectives. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ ഓർഗനൈസേഷൻസിനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് മുൻകൂട്ടി തീരുമാനിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ പ്ലാനിങ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്തിനു വേണ്ടി നമ്മൾ ഈ പ്ലാനിങ് ഉണ്ടാക്കുന്നത്? ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ. So we can say planning focuses on achieving objectives. Second one, planning is a primary function of management. മാനേജ്മെൻറ്റിൻ്റെ പ്രൈമറി ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്ലാനിംഗ് ആണ്. ഇതുകൊണ്ട് പ്ലാനിംഗ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഓൾ മാനേജറിയൽ ഫംഗ്ഷൻസ് ആർ ഇന്റർറിലേറ്റഡ് ആൻഡ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്, but planning provides the base for all other managerial functions. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒരു സെൻഡ് ഓഫ് പാർട്ടി കണ്ടക്ട് ചെയ്യുന്നതിനെ കുറിച്ച്. ഓർക്കുന്നില്ല എല്ലാവരും? വെരി ഗുഡ്. അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ടി കണ്ടക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. കഴിഞ്ഞ വർഷത്തെ കുട്ടികൾ ചെയ്തതിനേക്കാളും മികച്ച രീതിയിൽ നമുക്ക് പാർട്ടി കണ്ടക്ട് ചെയ്യണം. അതിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഈ പ്ലാനിംഗ് ഒക്കെ തയ്യാറാക്കുന്നത്. ഈ പ്ലാനിങ് ഫോളോ ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ പ്ലാനിങ്ങിനനുസരിച്ചായിരിക്കും നമ്മൾ എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്, കമ്മിറ്റീസ് ഒക്കെ ഫോം ചെയ്യുന്നത്, വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഏറ്റവും അവസാനം പാർട്ടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എത്രത്തോളം നന്നായിരുന്നു എന്ന് ഇവാലുവേറ്റ് ചെയ്യുന്നതും നമ്മൾ ഈ ഒരു പ്ലാനിങ്ങിൻ്റെ ബേസിലായിരിക്കും. ശരിയല്ലേ? ഈ പ്ലാനിങ്ങിൻ്റെ ഫ്രെയിംവർക്കിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് ഓർഗനൈസേഷൻസിലും. ഓർഗനൈസേഷന് ഒരു അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കും. ആ പ്ലാനിങ്ങിനനുസരിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും ഓർഗനൈസ് ചെയ്യുന്നത്, വേണ്ട സ്റ്റാഫ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. ഇങ്ങനെ എല്ലാ മാനേജറിയൽ ഫങ്ഷൻസും പെർഫോം ചെയ്യുന്നത് ഈ ഒരു പ്ലാനിൻ്റെ ബേസിലായിരിക്കും. So we can say planning provides the base for all other managerial functions. Third point, planning is pervasive. Planning is pervasive. Planning pervasive ആണെന്ന് പറയപ്പെടാനുള്ള കാരണം planning is required at all levels of management as well as all departments of the organization.
പ്ലാനിംഗ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിലെ ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ലെവൽസ് ഓഫ് മാനേജ്മെന്റിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റി അല്ല. ഒരു ഓർഗനൈസേഷനിൽ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ് ഉണ്ടാവും. ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സബ് ഗോൾസ് ഫോം ചെയ്യും. ഈ സബ് ഗോൾസ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെന്റിനും അലോട്ട് ചെയ്യും. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഓരോ ലെവൽസ് ഓഫ് മാനേജ്മെന്റിന്റെയും ഡ്യൂട്ടിയാണ് അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സബ് ഗോൾസ് അച്ചീവ് ചെയ്യുക എന്നുള്ളത്. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കൂ. സോ അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ആ ഒരു സബ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പ്ലാനിങ് തയ്യാറാക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. എന്നാൽ മാത്രമേ ഓർഗനൈസേഷന് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇങ്ങനെ എല്ലാ ലെവൽസും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ബട്ട് അതിനുള്ള സ്കോപ്പിൽ മാത്രമായിരിക്കും വ്യത്യാസം ഉണ്ടാവുക. ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓർഗനൈസേഷനിൽ 3 ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഉണ്ട്. ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ്. ഇതിൽ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് പ്രിപ്പയർ ചെയ്യും. അതേസമയം മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യും. അതേസമയം ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഡേ ടു ഡേ ഓപ്പറേഷൻസ് പ്ലാൻ ചെയ്യും. ഇങ്ങനെ ഓരോ ലെവൽസിനും അസൈൻ ചെയ്തിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ് ഓരോ ലെവൽസും പ്രിപ്പയർ ചെയ്യുന്നു. ഇതേപോലെ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ്സിനും അവർക്ക് അസൈൻ ചെയ്തിട്ടുള്ള ഗോൾസ് അച്ചീവ് ചെയ്യേണ്ട പ്ലാൻ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് ഓവറോൾ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. So we can say planning is pervasive because planning is required to perform all levels of management as well as all departments of the organization. Next point, planning is continuous. നമ്മളൊരു പർട്ടിക്കുലർ ടൈമിലേക്കായിരിക്കും പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഒരാഴ്ചയാകാം, അല്ലെങ്കിൽ ഒരു മന്ത് ആകാം, അല്ലെങ്കിൽ ഒരു ക്വാർട്ടറിലേക്കാകാം, അല്ലെങ്കിൽ ഒരു ഇയറിലേക്കാകാം. ഇങ്ങനെ ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിലേക്കായിരിക്കും നമ്മൾ പ്ലാനിങ് തയ്യാറാക്കുന്നത്. ആ പീരീഡിൻ്റെ എൻഡിൽ നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം ഇഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതായത് നമുക്ക് നമ്മുടെ ഗോള് ആ ടൈം പീരീഡിനുള്ളിൽ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. അതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ പെർഫോമൻസും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡ് നമ്മൾ കമ്പയർ ചെയ്ത് എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടോ നോക്കും. ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്ലാനിങ് കറക്റ്റ് രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ആ സമയത്ത് നമുക്കൊരു പുതിയ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് ആ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത പ്ലാനിങ് നമുക്ക് പെർഫോം ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. സോ വി നീഡ് ടു പ്രിപ്പയർ എ ന്യൂ പ്ലാൻ. അങ്ങനെ ആ ഒരു പീരീഡ് എൻഡിൽ എന്തെങ്കിലും ഡീവിയേഷൻസ്, അതായത് നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിച്ചില്ലെങ്കിൽ നമ്മൾ പുതിയൊരു പ്ലാനിങ് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്തുള്ള ന്യൂ റിക്വയർമെൻറ്റ്സും ഫ്യൂച്ചർ കണ്ടീഷൻസും വെച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ഒരു പുതിയ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഈ പുതിയ പ്ലാനും ഒരു പർട്ടിക്കുലർ പീരീഡിലേക്കായിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ആ പീരീഡിൻ്റെ എൻഡിലും ഇതേപോലെ നമ്മൾ കമ്പയർ ചെയ്യും. എന്തെങ്കിലും ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ വീണ്ടും ആ സമയത്തുള്ള റിക്വയർമെൻറ്റ്സും ഫ്യൂച്ചർ കണ്ടീഷനും വെച്ചിട്ട് വീണ്ടും ഒരു പുതിയ പ്ലാൻ പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. സോ വി ക്യാൻ സേ പ്ലാനിങ് ഈസ് കണ്ടിന്യൂസ്. നെക്സ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. പ്ലാനിങ് എന്ന് പറയുന്നത് ഫോർവേഡ് ലുക്കിംഗ് ആണ്. അതായത് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യും. അതായത് ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, അങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമ്മൾ എന്തൊക്കെ ആ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്യും. എന്നാൽ മാത്രമേ നമുക്ക് ഫ്യൂച്ചറിൽ അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് മൂലമുണ്ടാകുന്ന റിസ്ക് ഓഫ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലായിരിക്കും പ്ലാനിങ് തയ്യാറാക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കമ്പനിയുടെ
ആനുവൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ആദ്യം കഴിഞ്ഞ വർഷം എത്രത്തോളം സെയിൽസ് ഉണ്ടായിട്ടുണ്ട്, അതിനനുസരിച്ച് നമ്മൾ ഈ വർഷം എത്രത്തോളം സെയിൽസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കുമെന്ന് നോക്കും. അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ആനുവൽ പ്രൊഡക്ഷൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുമ്പോഴും നമ്മൾ ഒരു പരിധിവരെ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലും കൂടി ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. സോ വി ക്യാൻ സേ പ്ലാനിങ് ഈസ് ഫ്യൂച്ചറിസ്റ്റിക്. നെക്സ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ പ്ലാനിങ്ങിൻ്റെ മീനിങ് പഠിച്ചിട്ടുണ്ട്. എന്താ? വെരി ഗുഡ്. പ്ലാനിങ് മീൻസ് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഡെവലപ്പിംഗ് അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ടു അച്ചീവ് ദീസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അപ്രോപ്രിയേറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ പ്ലാനിങ് എന്ന് പറയുന്നത്. ഒരു ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വാരിയസ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ വാരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും. അതിൽ നിന്ന് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് സെലക്ട് ചെയ്യുന്നതിനെയാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. സോ വി ക്യാൻ സേ പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. കൂടാതെ നമ്മൾ ഈ പ്ലാനിങ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യുന്നു പറഞ്ഞു. അതായത് ഭാവിയിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ നമുക്ക് ആ സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് നമ്മൾ മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും അൺസർട്ടനിറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്ലാനിങ് കൊണ്ട് നമുക്ക് ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങും അവിടെ പോസിബിൾ ആവുന്നുണ്ട്. സോ വി ക്യാൻ സേ പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻ മേക്കിംഗ്. നെക്സ്റ്റ് പോയിന്റ്, പ്ലാനിങ് ഈസ് എ മെന്റൽ എക്സസൈസ്. പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു മെന്റൽ എക്സസൈസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് ലുക്കിംഗ് ആണ്. അതായത് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്ലാനിങ് തയ്യാറാക്കുമ്പോൾ ഇമാജിനേറ്റ് ചെയ്യും, ആ സമയത്ത് ഇങ്ങനെയൊക്കെ ഉണ്ടാവാം, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെ നമ്മൾ ഇമാജിനേറ്റ് ചെയ്യും. ഓരോ കാര്യങ്ങളും ഫോർകാസ്റ്റ് ചെയ്യും, ഇൻ്റലക്ച്വൽ തിങ്കിങ് ഉണ്ടാവും. ഇങ്ങനെ പ്ലാനിങ് പറയുന്നത് തിങ്കിങ് റാദർ ദാൻ ഡൂയിങ് ആണ്. ചിന്തിക്കുക, എന്തൊക്കെ സംഭവിക്കാം, എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ഇമാജിനേറ്റ് ചെയ്ത് തിങ്ക് ചെയ്ത് ഫോർകാസ്റ്റ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ബേസിലായിരിക്കും നമ്മൾ പ്ലാനിങ് തയ്യാറാക്കുന്നത്. സോ വി ക്യാൻ സേ പ്ലാനിങ് ഈസ് തിങ്കിങ് റാദർ ദാൻ ഡൂയിങ്. സോ പ്ലാനിങ് ഈസ് എ മെൻ്റൽ എക്സസൈസ്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇനിയും കൂടുതൽ പോയിന്റ് നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതെല്ലാം കണ്ടുപിടിച്ച് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കുക. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.